بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുർ റൂം 51, 52, 53 ഈ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. പേജ് നമ്പർ 410. എല്ലാവരും പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് കേൾക്കുക. أعوذ بالله من الشيطان الرجيم. ولئن أرسلنا നമ്മള് മനസ്സിലാക്കിയ നിയമങ്ങളാണ്. വലഇൻ എന്ന് പറയുമ്പോൾ ആ സാക്കിനത്ത നൂനിനെ എന്ത് ചെയ്യണം? ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. അല്പം പോലും അവിടെ ഗുന്നത്ത് വരരുത്. വലഇൻ അർസൽന ഹംസ ക്ലിയർ ആയി മുറിഞ്ഞു വരണം. ഷിദ്ദത്തിന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ വല ഇൻ അർസൽന, പലപ്പോഴും ആളുകൾ വല ഇൻ അർസൽന പറയും. വല ഇന്ന എന്നുള്ള ഒരു ശബ്ദം അധികം വരും. തെറ്റാണത്, അങ്ങനെ ആവരുത്. വല ഇൻ അർസൽന എന്ന് പറയുമ്പോൾ റാഇന് തഫ്ഖീമാണ്. റാ സാക്കിനത്തായ റാവും തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തിന് ഫത്ഹയും ഉള്ളതിനാൽ അവിടെ തഫ്ഖീമോട് കൂടി തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം റാഇനെ. അപ്പോൾ അർസൽന റീഹൻ ഫറഔഹു റീഹൻ, ഇവിടെ റാഇനെ തർക്കീഖ് ചെയ്യണം. കാരണം അതിന് ഇകാരമാണ്, മക്സൂറത്തായ റാ ആണ്. റീഹൻ ഫറഔഹു തൻവീനിനെ ഫാഇന് മുമ്പിൽ വന്നതിനാൽ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ചൊല്ലുക, മറച്ചു മണിക്കുക. റീഹൻ എന്ന് വ്യക്തമാക്കരുത്, ക്ലിയർ ആക്കി പറയരുത്. അവിടെയും റാഇന് തഫ്ഖീം വരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ റാഇന് മാത്രമേ തഫ്ഖീം നൽകാവൂ, കടുപ്പിച്ച് ഉച്ചരിക്കുക. തൊട്ട് മുമ്പിൽ ഫായിനോ ശേഷമുള്ള ഹംസക്ക് ഒന്നും തഫ്ഖീം വരരുത്. സ്വാദിന് തഫ്ഖീമാണ്. സാക്കിനത്തായ സ്വാദ് അത് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഅലാന്റെ ഹർഫാണ്, ശ്രദ്ധിക്കുക. മുസ്ഫർവൻ എന്ന് പറയുമ്പോൾ ആ റാഇനും ശേഷം പദത്തിന്റെ അന്ത്യത്തിലുള്ള ആ റാഇനും തഫ്ഖീം. റാഇന് ശബ്ദ ഉള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തക്രീർ എന്ന സിഫത്ത് കൂടുതൽ വന്നു ചേരരുത്, സൂക്ഷിക്കേണ്ടതാണ്. മുസ്ഫർ എന്നിങ്ങനെ ആവർത്തിച്ച് വിറപ്പിച്ച് പറയരുത്, അത് തെറ്റാണ്. ഒറ്റ റാഇ മാത്രം ഉച്ചരിക്കുക. വഅഖ്ഫി തക്രീറൻ ഇദാ തശദ്ദദ എന്ന് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. റാഇ മുശദ്ദദത്താകുമ്പോൾ തക്രീറിനെ ഗോപ്യമാക്കണം എന്ന്. അപ്പോൾ മുസ്ഫർവൻ ഒറ്റ റാ മാത്രം ഉച്ചരിക്കുക, തഫ്ഖീമോട് കൂടി. മുസ്ഫർവല്ലു, അവിടെ തൻവീൻ ലാമിന് മുമ്പിൽ വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗൈരി ഗുന്ന, തീരെ മണിക്കാതെ പൂർണ്ണമായും ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഒറ്റ ശബ്ദമുള്ള മുശദ്ദദത്തായ ലാമ് ഉച്ചരിക്കുക. അപ്പോൾ മുസ്ഫർവല്ലു എന്ന് പറയുമ്പോൾ വാഇനും തഫ്ഖീം ഇസ്തിഅലാന്റെ ഹർഫാണ് വാ. അപ്പോൾ ലവല്ലു മിൻ ബഅദിഹി, മിൻ ബഅദിഹി അവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ലാബ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മീമാക്കി മാറ്റുക. രണ്ടാമത്തത് ഉന്നത്ത് മണിക്കുക. മൂന്നാമതായി സാക്കിനത്തായ മീം ബായിന് മുമ്പിൽ വരുമ്പോൾ നൽകേണ്ട ഇഖ്ഫാ ശഫവി എന്ന ഹുക്മാണ് ഫലത്തിൽ വന്നു ചേരും. അതും ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ അവ്യക്തമാക്കി മണിക്കുക എന്ന് പറയുമ്പോ ചുണ്ടികൾ പൂർണ്ണമായി ഇങ്ങനെ ഇൽഹാറിന്റെ സന്ദർഭത്തിൽ എന്ന പോലെ അമർത്തി വെക്കാതെ കൂട്ടി വെക്കാതെ അല്പം ഒന്ന് വിടർത്തി വെക്കുക. മറിച്ച് ഇടക്ക് വിടവ് വരികയും ചെയ്യേണ്ട. വിടവോടുകൂടി ചിലർ തെറ്റായി പറയും, അത് തെറ്റാണ്. അങ്ങനല്ല. മിൻ ബഅദിഹി യക്ഫുറൂൻ, ബഅദിഹി എന്നതിലെ ഹാഇന്റെ ദീർഘം മദ്ദുസ്സിലത്തി സുഗ്റ എന്നതാണ്. 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രമാണ് അവിടെ ദീർഘിപ്പിക്കുക. യക്ഫുറൂൻ, ഇവിടെ കാഫ് ഷദീദും മഹ്മൂസും ഒക്കെ ആയിട്ടുള്ള അക്ഷരം ഹംസിന്റെ അക്ഷരമാണ്. യക് എന്ന് ശബ്ദം ചലിപ്പിക്കരുത്. യക്ഫുറൂൻ, റാഇന് തഫ്ഖീം കൊടുക്കുക.
അടുത്ത വചനം ഫഇന്നക നൂൻ മുശദ്ദദ 2 ഹറക്കത്തിന്റെ അളവിൽ മടിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലാ തുസ്മിഉൽ മൗത ലാ തുസ്മിഉൽ മൗത. പ്രത്യേകമായ അഹ്കാമുകളൊന്നും ഇല്ലെങ്കിലും എല്ലാ അക്ഷരങ്ങളും സൂക്ഷിച്ച് മഖ്റജിൽ നിന്ന് ക്ലിയറായി ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അക്ഷരങ്ങൾക്കൊന്നും തന്നെ തഫ്ഖീം വരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തഫ്ഖീമിന്റെ അക്ഷരങ്ങൾ താരതമ്യേന കുറവായിരിക്കും, അതുപോലെ ഇസ്തിഅലാന്റെ ഹർഫുകൾ. എന്നാൽ തഫ്ഖീമിന്റേതല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിന്റെ ഹർഫുകൾ എല്ലാം തർക്കീഖിന്റേതാണ്. അത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ലാ തുസ്മിഉൽ മൗത ലാ തുസ്മിഉൽ മൗത എന്നൊന്നും പറയരുത്. അൽ മൗത വലാ തുസ്മിഉ സുമ്മ അസ്സുമ്മ. സ്വാദിന് തഫ്ഖീം ഘടിപ്പിച്ചുച്ചരിക്കണം. ശബ്ദ ഉള്ള മീം മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അസ്സുമ്മ അല്ലെ. വലാ തുസ്മിഉ സുമ്മ ദുആ. ഇവിടെ വരുന്ന ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ശേഷം ഹംസ ഒറ്റ പദത്തിലായി വന്നു എന്നതാണ് കാരണം. അപ്പോൾ إذا ولا تسمع الصم الدعاء إذا ولوا مدبرين. إذا ولوا അല്ലെ. വാവിന്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പലർക്കും തെറ്റിപ്പോകാറുള്ള ഒരു അക്ഷരമാണ്. എന്ന് വെച്ചാൽ താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് വാവ് ഉച്ചരിക്കുന്നത്, മറിച്ച് 2 ചുണ്ടുകളിൽ നിന്നായിട്ട് തന്നെ വാവിനെ ഉച്ചരിക്കണം. ചുണ്ടുകൾ വൃത്താകൃതിയിലായിരിക്കും വാവിന്റെ ഉച്ചാരണ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ഇത് മുദ്ബിരീൻ പറയുമ്പോൾ ദാലിന്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കണം. മുദ്ബിരീൻ. വമാ അൻത. ഇതിൽ വരുന്ന ദീർഘം അലിഫിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. അവിടെ 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇനി ദീർഘം ഒഴിവാക്കി വമാ അൻത എന്ന് ഓതിയാലും ശരിയാകുന്നതാണ്. വമാ അൻത അല്ലെങ്കിൽ വമാ അൻത. അൻതയിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചു ചരിക്കുക, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ചരിക്കുക. അൻ എന്ന് ക്ലിയർ ആക്കി വെളിവാക്കരുത്, മറിച്ച് അൻത. ബിഹാദിൽ ഉംയി അൻ ളലാലതിഹിം. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്, പല അക്ഷരങ്ങളും പരിശുദ്ധ ഖുർആനിൽ ഹദ്ഫ് ചെയ്തുകൊണ്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് റസ്മ് ഉള്ളത്. ഇവിടെ അതിൽപ്പെട്ട ഒരു പദമാണ് ബിഹാദി എന്ന്. അവിടെ യാഇനെ ഹദ്ഫ് ചെയ്തുകൊണ്ടാണ്. അസ്ലിൽ അവിടെ ഒരു യാ ഉണ്ട്, പക്ഷെ അത് പരിശുദ്ധ ഖുർആനിൽ എഴുതപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വല്ല കാരണവശാലും അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ബിഹാദ് എന്ന് സുക്കൂനുമേലാണ് വഖഫ് ചെയ്യുക, മറിച്ച് ബിഹാദി എന്ന് യാ ചേർക്കുകയില്ല എന്നർത്ഥം. അപ്പോൾ ബിഹാദിൽ ഉംയി, അൽ ഉംയി എന്ന് പറയുമ്പോൾ സാക്കിനത്ത് മീമിനെ ഇൽഹാർ ശഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അൽ ഉംയി അൻ ളലാലതിഹിം അൻ ളലാലതിഹിം. ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ചെയ്ത് മണിച്ച് ഉച്ചരിക്കുക, മറച്ച് മണിക്കുക, അവ്യക്തമാക്കി. മണിക്കലിൽ തഫ്ഖീം വേണം, കാരണം ശേഷം ബാദ് തഫ്ഖീമിന്റെ അക്ഷരമാണ് ഇസ്തിഅലാന്റെ. നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. സാക്കിനത്തായ നൂനും തൻവീനും ശേഷമുള്ള അക്ഷരത്തെ തഫ്ഖീമിലും തർക്കീഖിലും പിൻപറ്റുമെന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ ആ നൂനിന്റെ ഉച്ചാരണത്തിൽ തന്നെ തഫ്ഖീം കൊടുക്കാം. കണ്ടോ, ഇവിടത്തെ ഇഖ്ഫായില് ആണെങ്കിൽ തർക്കീഖാണ്. ശേഷമുള്ള തർക്കീഖിന്റെ അക്ഷരമാണ്. ഇവിടെ നൂനിനെ എന്താ ചെയ്യേണ്ടത്? മറച്ച് മണിച്ചു ഉച്ചരിക്കുക. മണിക്കലിൽ തർക്കീഖ്. അല്ലെ. സാക്കിനത്താനൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മൻ യുഅ്മിനു ബിആയാതിന.
ഹംസകളുടെ ഒക്കെ ഉച്ചാരണം ശ്രദ്ധിക്കണം. എല്ലാ ഹംസയുടെയും. യൂമീനു എന്നായിപ്പോലു, യൂമീനു അല്ലെ, യൂമീനു എന്ന് വാവോ യൂമീനു എന്നൊരു തസ്ഹീൽ ചെയ്യപ്പെട്ട അവസ്ഥ അതൊന്നും വരരുത്. മറിച്ച് യു മീനു എന്ന് ക്ലിയർ ആക്കി പറയണം. ഷിദ്ദത്തിന്റെ അക്ഷരമാണ് ഹംസ എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. യു മീനു ബി ആയാതിന, അവിടെ ബി ആയാതിന പറയരുത്, മറിച്ച് ബി ആയാതിന ഫഹും മുസ്ലിമൂൻ. ഇവിടെ സാക്കിനത്ത മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുകയാണ്. രണ്ട് മീമും ഒന്നായി മാറുന്നു. ശബ്ദമുള്ള നിശബ്ദത്തായ ഒറ്റ മീം മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ഷഫവി എന്ന് പറയാം, അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നൊക്കെ പേര് പറയപ്പെടുന്ന ഇദ്ഗാം ചെയ്തുകൊണ്ട് ഇവിടെ ഒറ്റ ശബ്ദമുള്ള മീമാക്കുക. ഫഹും മുസ്ലിമൂൻ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി നമുക്ക് പാരായണം ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ. أعوذ بالله من الشيطان الرجيم. ولئن أرسلنا ريحا فرأوه مصفرا لظلوا من بعده يكفرون فإنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين وما أنت بهاد العمي عن ضلالتهم إن تسمع إلا من يؤمن بآياتنا فهم مسلمون.